ഞാനിപ്പോ ഒരു കടുവയോടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിന്നാൽ ഇനി വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ദൂരെ എവിടെയോ ഒരു കാട്ടിൽ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. അവിടുത്തെ രാജാവ് സിംഹം ഖാൻ അവിടുത്തെ മൃഗങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സിംഹം ഖാൻ എല്ലാവരെയും സഭയിലോട്ട് വിളിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട കാട്ടുവാസികളെ, എന്റെ ചേട്ടൻ ഷേരയുടെ ആരോഗ്യത്തിന് ഒട്ടും സുഖമില്ല. എനിക്ക് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ കാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഞാനില്ലെങ്കിലും ഈ കാട്ടിൽ നിങ്ങൾ സ്നേഹത്തോടെ കഴിയണം. ഞാനുള്ളപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ. എല്ലാവരും പരസ്പരം സഹായിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുക. ഷേർഖാൻ, അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചോളാം. വളരെ നല്ലത്. ഇത് പറഞ്ഞ് സിംഹം ഖാൻ അവിടുന്ന് പോയി. ബാക്കിയുള്ള മൃഗങ്ങളും അവരുടെ വീട്ടിലോട്ട് പോയി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് എല്ലാരും അവരവരുടെ ജോലിക്ക് പോയി. അപ്പോഴേക്കും കാട്ടിൽ സിംഹത്തിന്റെ അലർച്ച കേൾക്കുകയും ചെയ്തു. അവർ എല്ലാ മൃഗങ്ങളും ധൈര്യത്തോടെ തന്നെ എവിടെ നിന്നാണോ ശബ്ദം കേട്ടെ അങ്ങോട്ടേക്ക് പോയി. അവര് നോക്കുമ്പോ സിംഹം ഖാന്റെ മടയിൽ വേറൊരു സിംഹം നിൽക്കുന്നു. നീ ആരാണ്? ശബ്ദം കുറയ്ക്ക. ഞാൻ ഈ കാട്ടിലെ പുതിയ രാജാവാണ്. ഈ കാട്ടിൽ ഇനി വേറെ സിംഹമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും എന്നെ എതിർത്ത് കഴിഞ്ഞാൽ അവനെ ഞാൻ എന്റെ ആദ്യത്തെ ഇരയാക്കും. അവന്റെ സംസാരം കേട്ടപ്പോ ഒരു മൃഗങ്ങൾക്കും ധൈര്യമുണ്ടായില്ല അവനെ എതിർക്കാൻ. ധൈര്യത്തോടെ മാൻ വന്ന് അവനോട് പറഞ്ഞു, ശരി അങ്ങുന്നേ, ഞങ്ങൾ അങ്ങയെ രാജാവാക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞ കാര്യം കേട്ട് എല്ലാ മൃഗങ്ങൾ അവനെ തന്നെ അന്തം വിട്ട് നോക്കി. ഈ മാൻ എന്തായി പറഞ്ഞത്? സിംഹത്തിനാണേ സന്തോഷമായി. അതെ അങ്ങുന്നേ, ഞങ്ങൾക്ക് അങ്ങ് രാജാവാകുന്നതിൽ സമ്മതമാണ്. ഇപ്പോൾ അങ്ങുന്ന് ഈ കാട്ടിലെ ആചാരങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമായി. ആചാരങ്ങളോ? എന്താചാരങ്ങൾ? ഞങ്ങളുടെ കാട്ടിലൊരു പഴയ ആചാരമുണ്ട്. ആരാണോ രാജാവാകുന്നത് അവരാദ്യമായിട്ട് ഒരു മാനിനെ ഓട്ടത്തിൽ തോൽപ്പിക്കണം. ഈ ആചാരം പൂർത്തിയാക്കാതെ ഒരാൾക്കും രാജാവാകാൻ കഴിയില്ല. ശരി, ഞാൻ നിന്നോട് ഓട്ടപ്പന്തയത്തിന് തയ്യാറാണ്. ആ പറഞ്ഞ കാര്യം കേട്ട് എല്ലാ മൃഗങ്ങളും അന്തം വിട്ട്. കാരണം ഒരു മാൻ എങ്ങനെ ഒരു സിംഹത്തിനെ തോൽപ്പിക്കുന്നത്? സിംഹത്തിനാണേ സന്തോഷമായി. എന്തായാലും അവൻ തന്നെയാണ് ഈ കാട്ടിലെ രാജാവ്. കുറച്ചേരം കഴിഞ്ഞപ്പോ സിംഹം, മാൻ, എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിന്നു. ഞാൻ, ബഗീര, പിന്നെ ടിങ്കുമോയിലും ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നാണ് ഓട്ടപ്പന്തയം തുടങ്ങുക. ആ കറുത്ത കുന്ന് എത്തുന്നതോടെ അത് അവസാനിക്കുകയും ചെയ്യും. അവിടെ കഴുതപ്പുലിയും മോട്ടുകുരുങ്ങനും കുറുനരിയും ഉണ്ടായിരിക്കും. ആരാണോ അവരുടെ അടുത്ത് ആദ്യമായിട്ട് എത്തുന്നത് അവരായിരിക്കും ഈ ഓട്ടപ്പന്തയം വിജയിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സിംഹത്തിന്റെ മുഖത്ത് സന്തോഷം വന്നു. കുഞ്ഞുമാനാണെങ്കിൽ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. ആന അപ്പോഴേക്കും തുമ്പിക്കൈ വെച്ച് റേസ് തുടങ്ങി. രണ്ടുപേരും ഒരുമിച്ചോടി. പക്ഷെ സിംഹം മാനേക്കാളും മുമ്പോട്ട് വേഗതയിൽ വന്നു. ഈ വലിയവനോട് മുട്ടാൻ വന്നിരിക്കുന്നു. ഇനി ഈ കാട് മുഴുവൻ എന്റേതാണ്, എന്റേതും മാത്രം. അവൻ പറഞ്ഞ കാര്യം മാന്റെ ചെവിയിലെത്തി. മുഴുവൻ ശക്തിയെടുത്തവൻ വേഗതയിൽ തന്നെ അവനവിടുന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി സിംഹത്തിന്റെ കൂടെ തന്നെ വന്നു നിന്നു. സിംഹത്തെക്കാൾ മുമ്പിട്ട് തന്നെ വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി അവൻ വിജയിച്ചു കഴിഞ്ഞാ എനിക്ക് രാജാവാകാൻ കഴിയില്ല. ഇതാലോചിച്ച് അവനൊരു ഐഡിയ വന്നു. ഓടി ഓടി മാന്റെ അടുത്ത് വന്ന് മാനെ കാലുകൊണ്ടൊരു തൊഴിയങ്ങ് തൊഴിച്ചു. അങ്ങനെ മാൻ പുല്ലിന്റെ ഇടയ്ക്ക് വീണു. മാൻ കുറെ നേരം പുല്ലിന്റെ ഇടയ്ക്ക് തന്നെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അവൻ നിന്നു. ഞാനിത് എവിടെ എത്തിയിരിക്കുന്നേ? അവൻ എണീറ്റ് നോക്കിയപ്പോ കൊടുങ്കാടിന്റെ നടുക്കായി പോയി അവൻ. എനിക്കിനി നിൽക്കാൻ സമയമില്ല. ഇങ്ങനെ പറഞ്ഞ് അവൻ വീണ്ടും ഓടാൻ തുടങ്ങി. അവൻ മുമ്പോട്ട് 20 അടി വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് അവൻ ആരുടെയോ ശബ്ദം കേട്ടു.
ഹിരൺമാനെ എന്നെ സഹായിക്കൂ. ഇത് കേട്ട് ഇഷ്ടമില്ലാതെയും അവൻ ആ ശബ്ദത്തിന്റെ അടുത്ത് പോയി. ഒരു പക്ഷി ഒരു ആപ്പിൾ ഉരുട്ടിക്കൊണ്ട് മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞാനിപ്പോ ഒരു കടുവയോടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിന്നാൽ ഇനി വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ഹിരൺ ചേട്ടാ, അങ്ങനെ പറയരുത്. ആരെങ്കിലൊക്കെ സഹായിക്കുന്നതേ ഒരു ചീത്ത കാര്യമല്ല. പറയൂ, എന്താണത്? ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ആപ്പിൾ ഉരുട്ടിക്കൊണ്ട് ഇവിടെ എത്തിച്ചത്. പക്ഷെ ഈ ആപ്പിൾ എനിക്ക് പൊക്കിക്കൊണ്ട് എന്റെ കിളിക്കൂടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്റെ പിള്ളേര് വിശന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹിരൺ അപ്പൊ തന്നെ പൊങ്ങി നോക്കി. ആ കിളിക്കൂടിൽ 2 കിളികൾ ഉണ്ടായിരുന്നു. അവർക്ക് പറക്കാൻ പോലും അറിയില്ല. അവൻ അവരോട് സങ്കടം തോന്നി. അവൻ ആ ആപ്പിൾ കയ്യിലെടുത്ത് ആ കിളിക്കൂടിൽ വെച്ചുകൊടുത്തു. അടിപൊളിയാണല്ലോ, വലിയ ആപ്പിൾ കിട്ടിയല്ലോ. 2 പിള്ളേരും സന്തോഷത്തോടെ ആപ്പിൾ തിന്നു. കിളി അമ്മയ്ക്കും വളരെ സന്തോഷമായി. വളരെ വളരെ നന്ദിയുണ്ട് ഹിരൺ ചേട്ടാ. ഞാൻ ഇനി പോവുകയാണ്. കടുവയോട് ഞാൻ മത്സരത്തിൽ തോറ്റാൽ ഇനി വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്നോട് മുഴുവൻ കാര്യം പറയ്. ചിലപ്പോ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയല്ലോ. ഇത് കേട്ട് ഹിരൺ അവളോട് എല്ലാ കാര്യവും പറഞ്ഞു. ഇത് കേട്ട് കിളി അവനോട് പറഞ്ഞു, എനിക്കൊരു വേറൊരു ഗുഹയെ കുറിച്ച് അറിയാം. അതിന്റെ അകത്ത് നീ കേറിയാ അതിന്റെ അപ്പുറം ചെന്നെത്തുന്നത് ഒരു കറുത്ത മലയുടെ അടുത്തായിരിക്കും. എന്ത്? നമ്മുടെ കാട്ടിൽ അങ്ങനെ ഒരു ഗുഹയുണ്ടോ? ആ, ഞാൻ സത്യം പറയണേ, വാ എന്റെ കൂടെ. ഇത് പറഞ്ഞ കിളി അവനെ ഒരു ഗുഹയുടെ അടുത്ത് കൊണ്ടുപോയി. ഹിരൺ വേഗതയുടെ ആ ഗുഹയുടെ അകത്തോട്ട് പോയി. മുഴുവൻ ശക്തി എടുത്താണ് ഓടിയത്. ഗുഹയാണെങ്കിൽ വലുതായിരുന്നു, ഭയങ്കര ഇരുട്ടും. എന്നിട്ടും ഹിരൺ മുഴുവൻ ശക്തിയോടെയും സന്തോഷത്തോടെ തന്നെ ഓടാൻ തുടങ്ങി. ഇപ്പുറത്ത് കഴുതപ്പുലി, മോണ്ടുകുരങ്ങൻ, കുറുക്കൻ എല്ലാവരും സിംഹം ഒറ്റയ്ക്ക് ഓടി വരുന്നതായി കാണും. അത് കണ്ടവർക്ക് സങ്കടമായി. കടുവ മാത്രമാണല്ലോ വരുന്നത്. മാനിതെവിടെ പോയി കിടക്കുക? ഇനി ഉടൻ തന്നെ ഞാൻ ഈ കാട്ടിലെ രാജാവാകാൻ പോവുകയാണ്. സിംഹം അടുത്ത് വരെ എത്താറായി. 3 മൃഗങ്ങളും ഭയങ്കരമായി പേടിച്ചു വിറച്ചു നിന്നു. അപ്പോഴേക്കും അവരുടെ അടുത്തുനിന്ന് തന്നെ ഗുഹയിൽ നിന്നും ഹിരൺ പുറത്തോട്ട് ഓടി വന്നതായി കാണും. അല്ല, ഇത് എവിടുന്ന് പൊങ്ങി വന്നു? സിംഹം വളരെ വേഗതയിൽ ഓടി. പക്ഷേ ഹിരൺ അപ്പോഴേക്കും അവിടെ എത്തി. ഇത് കണ്ട് 3 മൃഗങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അയ്യോ, നിന്നെ ഞാൻ... എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടി. സിംഹം വെന്തുരുകിയ പോലെയായി. ഇത് നിങ്ങളുടെ സത്യസന്ധതയില്ലായ്മയാണ്. ഇവൻ എനിക്ക് മുമ്പേ ഇവിടെ എങ്ങനെ എത്തി? സത്യസന്ധതയില്ലാത്ത നിങ്ങൾക്കായിരുന്നു. ഓട്ടത്തിൽ നിങ്ങളോട് വിജയിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ കാട്ടിലേക്ക് തള്ളിയിട്ടില്ലേ? ഇത് കേട്ട് ബാക്കി മൃഗങ്ങളെല്ലാവരും സിംഹത്തെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ഒരു കിളിയാണ് എന്നെ സഹായിച്ചത്. കിളിയെ സഹായിച്ചതിന് പകരമായി അതെനിക്ക് ഇവിടേക്കുള്ള വഴി കാണിച്ചു തന്നു. ഇത് കേട്ട് സിംഹത്തിന് സ്വന്തമായി നാണക്കേട് തോന്നി. അങ്ങനെ അവിടെ നിന്ന് അവൻ ഓടിപ്പോയി. ചോട്ടുമാനെ, ഇന്ന് നീ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാം അവന്റെ അടിമയായി തീരുമായിരുന്നു. ആരോ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ ആർക്കും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല.